ഹലോ, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഓഫീസിൽ നിന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് നേരെ വീട്ടിൽ പോയിട്ട് മോനെ സ്കൂളിൽ വിടണം. ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ കൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് പോവാണേ. മക്കൾക്കുള്ളൊരു ടോയ് ഇവിടെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ടാണ് നേരെ വീട്ടിലേക്ക് വിട്ടത്. എന്തായാലും അവർ രണ്ടുപേരും ഫ്രണ്ടിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട്. അത് പറഞ്ഞ പോലെ വണ്ടിയിൽ സൗണ്ട് കേട്ടപാടെ രണ്ടാളും എത്തിയിട്ടു. അപ്പോൾ അതാ അവന് കുറച്ചുകൂടെ വലിയൊരു ബോക്സാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ ഒരു റേറ്റ് ഈ ഒരു വലിപ്പേ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് വലുത് പ്രതീക്ഷിച്ചു. ഇതിന്റെ വലുതൊന്നും ഇവിടെ ഉണ്ടായിരുന്നേ. പക്ഷെ അതിന്റെ പാർട്സ് ഒക്കെ മിസ്സായി പോയി. ശരിക്കും എടുത്തു വെച്ചിട്ടുണ്ട് ഇവനൂടെ കളിക്കായിരുന്നു കേട്ടോ. ഇത് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഇതിന്റെ പാർട്സ് ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അവർക്ക് കളിക്കാനായിട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് മിസ്സായി പോകും. ഇതുപോലത്തെ ടോയ്സ് ഒരുപാട് റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്നതിൽ നല്ലത് ഈ ഒരു റേറ്റ് തന്നെയാണ്. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് ഇതിന് ഇൻട്രസ്റ്റ് പോകും. ഇപ്പം നല്ല ഇൻട്രസ്റ്റിൽ കളിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ദിവസമല്ലേ ടോയ്സിനോടൊക്കെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രണ്ടാളും അതിൽ കുറച്ചു നേരം കളിയായിട്ടോ. അവന് ഓൾറെഡി ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഇത് നല്ല രസമുണ്ട് സംഭവം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അത്ര ചെറിയ പൈസയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 150 200 താഴെ ഉള്ളൂ ഇതിന്. പക്ഷെ ഇത് സംഭവം ഒരു ആക്ടിവിറ്റി ടോയ്സ് ആണ്. ഇങ്ങനെ കുറച്ച് 4 ബോൾസും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടും. ആ ബോൾസ് ഇങ്ങനെ ഇടുമ്പോൾ അതിങ്ങനെ റൗണ്ടിൽ താഴെ 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 പോയിട്ട് വീഴും. പിന്നെ നമ്മൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. പക്ഷെ ടൈം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കുട്ടികൾ ഇതിൽ എൻഗേജ് ആയിട്ട് ഇരുന്നോളും. കുഴപ്പമൊന്നുമില്ല. അടുത്ത പരിപാടി നേരെ സ്കൂളിലേക്ക് സെറ്റാക്കുക എന്നുള്ളതാണ്. മോൻ്റെ യൂണിഫോം ഒക്കെ എടുത്ത് അയൺ ചെയ്ത് തലേ ദിവസം അയൺ ചെയ്ത് വെക്കണേ എപ്പോൾ വിചാരിക്കും, പക്ഷെ മറന്നു പോവും. അപ്പം അങ്ങനെ പോകുന്ന പോക്കില്ല കേട്ടോ. രാവിലെയാണ് എല്ലാത്തിൻ്റെ പിന്നാലെ ഓടുക. അപ്പം അങ്ങനെ അവൻ്റെ യൂണിഫോം ഒക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ അവനെ കുളിച്ച് സെറ്റാക്കി ഞാൻ തന്നെയാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത്. അതുകൊണ്ടാണ് ഇത്ര ടൈം കിട്ടുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ടൈം പോകും. രാവിലെ വണ്ടിയാകുമ്പോൾ പെട്ടെന്ന് വരുമല്ലോ. പക്ഷെ ഇവന് ആ ഒരു 9 o'clock 8:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ എത്തിച്ചാൽ മതി. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അത് അവർ രണ്ടാളും കൂടെ ഒന്ന് പറഞ്ഞ് തെറ്റി. പിന്നെ നല്ല കരച്ചിലായിട്ട്. ഇവൻ കരച്ചിൽ തുടങ്ങിയാൽ പിന്നെ നിർത്തൂല. ഭയങ്കര കരച്ചിലായിട്ട്. അതിന് മാത്രമുള്ള ഒന്നുമില്ല. അവൻ ജസ്റ്റ് ഒന്ന് അവനെ നോക്കി, അതാണ് പ്രശ്നം. പക്ഷെ കരച്ചിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മൾ വിചാരിക്കും എന്തോ വലിയ കാര്യമുണ്ടെന്ന്. പിന്നെ ബുക്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. അദ്ദേഹം പറഞ്ഞതിലും ഒക്കെ ഞാൻ സ്പോട്ടിലാണ് ചെയ്യുക. തലേ ദിവസം മുന്നേ എടുത്ത് വെക്കുന്ന ഒരു പരിപാടിയില്ല. പോകുന്ന സമയത്താണ് ഒരു ഊന്നിന് വേണ്ടിയിട്ട് ഓടി പാഞ്ഞ് പോയിട്ടൊക്കെ എടുത്ത് വെക്കുക. അങ്ങനെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എന്നോട് മറന്നു പോവും. പക്ഷെ ഇന്ന് കുഴപ്പമില്ല, എല്ലാം എടുത്ത് വെച്ചെന്ന് തോന്നുന്നു. അങ്ങനെ കളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പോകുന്ന സമയത്ത് ഇതെന്നെ പരിപാടി. പുതിയ ടോയ് കിട്ടിയതാണല്ലോ. അപ്പോൾ രണ്ടുപേരും അത് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ടോയ് കിട്ടിയവർ ഇങ്ങനെയാണല്ലോ. 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് മൈൻഡ് കൂടെ ചെയ്യില്ല. പക്ഷെ ഇപ്പം നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതിപ്പം ജൂലൈ അല്ലേ, ജൂലൈ ആണ്. ഒരു മാസത്തേക്ക് 3 കുപ്പി കേട്ടോ ഇവന് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലെയാണോ നിങ്ങളെ വീട്ടിലും? ഒരു കുപ്പി പൊട്ടിച്ചു. അതന്നെ, ഒരു കുപ്പിന്റെ മൂടി ലീക്കായി. നമ്മൾ സെറ്റായി. മഴ ഉള്ളതുകൊണ്ട് തന്നെ കോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ ഇന്ന് പുട്ടായിരുന്നു. പുട്ട് പ്ലെയിനായിട്ട് എനിക്ക് ഇഷ്ടമില്ല. അപ്പം ഞാൻ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് അതിലിട്ടിട്ട് കഴിച്ചു കേട്ടോ. ഈ ഒരു ടോയ് ഉള്ളതുകൊണ്ട് ഇന്ന് വലിയ പ്രശ്നമില്ല. ആൾ അതുപോലെ അങ്ങ് ഇരുന്നോളുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവിടെ ഇരുന്നോളുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ പുട്ട് കഴിച്ചിട്ട് ഇവനെല്ലാം കഴിക്കൂട്ടെ. എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും ഇവൻ കഴിച്ചോളും. എന്തുണ്ടാക്കിയാലും കഴിക്കൂട്ടോ കുറച്ചെങ്കിലും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉണ്ടാക്കുക ഫുഡ് ഇപ്പം എന്തുണ്ടാക്കിയാലും ഒരു പാട്ട് അവൻ കഴിച്ചോളും. അങ്ങനെ പിന്നെ നമുക്ക് ഇവനെ ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നേ. ഇന്നലെ തൊട്ടേ പനിയുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് വേറെ സിംറ്റംസ് ഒന്നുമില്ല. പനിയാണ്. പക്ഷെ പനി വരും പോവും. പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ പോകും. അങ്ങനെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ 1-2 കുരുകളൊക്കെ പൊന്തിക്കിടപ്പുണ്ടായിരുന്നു, ചെറുത് മുഖത്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് പനി കൂടിയത് കൊണ്ടാണെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോനെ എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. നല്ല മഴയായിരുന്നു കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ ആളങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. അങ്ങ് ഇരുന്നോളും, വലിയ കുഴപ്പമില്ലാണ്ട് കൂടെ ഇരുന്നോളും. അപ്പോൾ ഓൾറെഡി ഇപ്പം തന്നെ രണ്ട് പനിയൊക്കെ വന്നിട്ട് കാണിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഹെൽത്ത് സെൻറ്ററിൽ പോകാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹെൽത്ത് സെൻറ്ററിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. മൺഡേ ആയതുകൊണ്ടാണ് അറിയില്ല, ഭയങ്കര തിരക്ക്. അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒന്നിനും സ്ഥലമില്ല. പിന്നെ നേരെ വിചാരിച്ചു അത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്യുന്നത് നല്ലത്. വേറൊരു ഡോക്ടറുണ്ട്, ആളെ കാണിക്കും. സ്ഥിരം കാണിക്കുന്ന ഡോക്ടറുണ്ട്. അപ്പോൾ ആളെ കാണിക്കാൻ വിചാരിച്ചിട്ടോ. അവിടെ ആകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല, ഒത്തിരി തിരക്കേ ഉണ്ടാവുള്ളൂ. നമുക്ക് വേഗം കാണിച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെ മോനെയും കൂട്ടി നേരെ ആ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം ഡോക്ടറെ കാണിക്കാറുള്ളത്. അപ്പം അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മാറി വന്നത്. ഡോക്ടർ പറഞ്ഞു പനിയുണ്ട്, കുഴപ്പമില്ല. ചിലപ്പം ഈ കുരു എന്ന് പറയുന്നത് ഞരമ്പ് പൊട്ടിയായിരിക്കും, മലയം പൊട്ടിയായിരിക്കും. ചെന്ന ടൊമാറ്റോ ഫീവർ ആ സംഭവമായിരിക്കും. ചിലപ്പോൾ കൂടുതൽ വരാനുണ്ട് പറഞ്ഞു. ചിലപ്പം പനീൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ആവാൻ ചാൻസ് ഉണ്ട്, സീസണാണ് പറഞ്ഞിട്ട് ലോഷനൊക്കെ എഴുതി തന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മേത്തൊക്കെ കംപ്ലീറ്റ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എക്സ്ട്രാ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്ന് ലഞ്ചിന് നമ്മളെടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന കേർഡ് റൈസാണ്. ഇവിടെ കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കറികൾ കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ തട്ടിക്കൂട്ടിൽ കേർഡ് റൈസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ പൊരിച്ചത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. കറികൾ എനിക്ക് നോർമലി ഇഷ്ടമല്ല. ദൈവം കഴിച്ചോളൂ കേട്ടോ. പുളി അധികം എൻ്റെ കഴിക്കില്ല. പക്ഷേ അല്ലെങ്കിൽ അവനൊക്കെ കഴിച്ചോളും. പിന്നെ കുറച്ച് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഫാദറിൻ്റെ വക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കഴിക്കാനുള്ള ചോക്ലേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ ഒരു ബാസ്ക്കറ്റ് ബോൾ ഇടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, വാളിൽ ഒട്ടിക്കുന്നത്, അത് തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ കണ്ട ഒരു സൈക്കിളാട്ടോ ഇത്. രാത്രിയിൽ ഗോബി മഞ്ചൂരിയൻ ചപ്പാത്തി ആയിരുന്നു. അപ്പം ഇനി അടുത്ത വീട്ടിലേക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.